നമ്മളെ പൂജാപാത്രങ്ങളെല്ലാം കിഴക്കേ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ ഇരുന്നിട്ട് കളത്തിലേക്കും അതുപോലെ മുറ്റിപ്പിലാലേക്കും കൂടിയിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥന ചെയ്യുക. പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ നമ്മളിവിടെ ഗരുഡ പൂജയാണ് ചെയ്തത്. പൂജയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം നാലുകൾക്കുള്ള പാല് 3 കൊടുക്കുന്നതാണ്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാല്, പുണ്യാഹം, ശർക്കര, പഴം, കൽപ്പമുന്തിരി, നീരുവെള്ളം, ഗോതമ്പുകാലം കൂടി കൂട്ടി കുഴമ്പാക്കിയിട്ട് നാഗങ്ങൾക്ക് നേദിക്കുന്ന പാലും പൊടി പൂജാകർമ്മമാണ് ഇനിയിപ്പോൾ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള അഴല് പൂജയുണ്ട്. അഴല് പൂജ കഴിഞ്ഞാൽ അഷ്ടദിക്പാലകരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി 4 നടക്കിലും 4 കോടിക്കിലും ഓരോ ചെറുതിരി കത്തിച്ചു വരും. അതിനുശേഷം പിന്നെ നടത്തുന്ന പൂജയാണ് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്നിദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തിരിയൊഴിച്ച്. അത് മധ്യകേരളത്തിലെ പുള്ളുവ സമുദായക്കാർ ചെയ്യുന്ന ഒരു അനുഷ്ഠാന പൂജാകർമ്മമാണ്. അത് ചെറിയൊരു കലാപ്രദർശനം കൂടിയിട്ടാണ്. അപ്പം അത് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്ക് സംഭാവനകളൊക്കെ കൊടുക്കാം. ഇപ്പോൾ സ്വർണത്തിനൊക്കെ വില കുറവാണല്ലോ. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വള, മാല, കമ്മൽ കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് മഹാഭാരതത്തിലെ സർപ്പസത്രം കഥകളാണ് ഇവിടെ പാട്ടുകളായിട്ട് പാടുന്നത്. നമ്മള് ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഓം നമോ നാരായണായ നമ, ഓം നമഃ ശിവായ എന്നീ മന്ത്രാക്ഷരങ്ങളിൽ കൂടി നമ്മളവിടെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നിട്ട് സ്തുതിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലത്തെ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്ന പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മഹാഭാരത സർപ്പസത്രം കഥകള്. ദക്ഷന്റെ മക്കളായിട്ടുള്ള കദ്രു വിനതനെ കാശ്യപന് കല്യാണം കഴിച്ചു കൊടുത്തു. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള കാശ്യപന് കല്യാണം കഴിച്ചു കൊടുത്തു. അതിനുശേഷം 2 പേരും വരം ചോദിക്കുകയാണ് ഭർത്താവിന്റെ അടുത്ത്. മൂത്ത ഭാര്യയുള്ള കദ്രു 1000 മക്കളെ വേണമെന്നും രണ്ടാമത്തെ ഭാര്യയുള്ള വിനത 2 മക്കളെ വേണമെന്നും ആവശ്യപ്പെട്ടു. കദ്രുവിന്റെ 1000 മക്കളിലെ ഉത്തമന്മാരായിട്ടുള്ള അഷ്ടനാഗങ്ങൾക്കുള്ള കർമ്മമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സർപ്പങ്ങളെല്ലാം ഉത്തരയുടെയും അഭിമന്യുവിന്റെയും മകനായിട്ടുള്ള പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ മരിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവിന്റെ മകനായിട്ടുള്ള ജനമേജയൻ സർപ്പസത്രം എന്ന്